ശ്രീ ഹരിദാസ്, 5 പേജുകളിലെ 11 ഖണ്ഡികകളാണ് മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയത്. 49 മുതൽ 53 വരെ പേജുകൾ അധികമായി ഒഴിവാക്കിയതായാണ് കണ്ടെത്തൽ. 97 മുതൽ 107 വരെയുള്ള 11 ഖണ്ഡികകളാണ് നീക്കിയത്. ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവരെ അറിയിച്ചിരുന്നില്ല. ഏറ്റവും ക്രൂരമായ ലൈംഗികാതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയവയിൽപ്പെടുന്നത്. ഈ അതിക്രമങ്ങൾക്ക് മേൽ സർക്കാരിനും പോലീസിനും നടപടി സ്വീകരിക്കാൻ പര്യാപ്തമായതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തിനാണ് പുറത്തുവിടാതെ രഹസ്യമാക്കി വെച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിവരാവകാശ കമ്മീഷൻ 21 ഖണ്ഡികകൾ ഒഴിവാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ സർക്കാർ ആകെ 129 ഖണ്ഡികകളാണ് വെട്ടിമാറ്റിയത്. ഇത് കടും വെട്ടല്ലേ? വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റി. ഗുരുതര വീഴ്ചയിലെ സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിൻസെൻ്റ് എം പോൾ എന്ന സത്യസന്ധനായ പോലീസ് ഓഫീസർ, അദ്ദേഹം പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളൊന്നും കേട്ടിട്ടില്ല. ഒരു എസ്കത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. അതൊക്കെ പോലീസിൽ പതിവുള്ളതാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ വിവരാവകാശ കമ്മീഷണറായി, മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കി നിയമിച്ച കാലഘട്ടത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ള, പൗരന് അവകാശപ്പെട്ടതായിട്ടുള്ള ഒരു രേഖ ഏകദേശം 4 വർഷത്തോളം കൊടുക്കാതെ പൂഴ്ത്തിവെക്കാൻ കാണിച്ച അതേ വ്യഗ്രത തന്നെയാണ് വേട്ടക്കാരുടെ പേര് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒഴിവാക്കപ്പെട്ട ഖണ്ഡിക. വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അതിൽ ഇത്ര ഖണ്ഡികകൾ ഒഴിവാക്കണമെന്ന്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇവർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഇവർ ഒഴിവാക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേട്ടക്കാരുടെ പേര് വ്യക്തമായിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതിൽ സംശയിക്കേണ്ടതായിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അവിടെയാണ് നമ്മൾ ഈ സർക്കാരിൻ്റെ 50 കോടി രൂപ ചെലവാക്കിയിട്ട് നടത്തിയ വനിതാ സംരക്ഷണം, അതിലും സ്ത്രീ സംരക്ഷണത്തിൻ്റെ ഇവരുടെ ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം. അത്തരത്തിലുള്ളൊരു സർക്കാർ ഇത്തരത്തിൽ ഇവരുടെ ഈ ഇരകളുടെ പേരെ പൊതുജനം അറിയരുത് എന്ന് കരുതിയിട്ട് മാറ്റപ്പെട്ടതാണെന്നുള്ളത് സത്യമാണ്. കാരണം 4.5 വർഷക്കാലം ഇത് പൂഴ്ത്തിവെക്കാൻ ഇവർക്കുണ്ടായ പ്രചോദനം തന്നെയാണ് ഇത് വെട്ടിമാറ്റാനുണ്ടായിട്ടുള്ള ഇവരുടെ മാനസികാവസ്ഥയ്ക്കും കാരണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമുക്കൊക്കെ സമാധാനിക്കാം ശ്രീ അനിൽ നമ്പ്യാർ. കാരണം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ വെട്ടിമാറ്റപ്പെട്ട രേഖകളൊക്കെ വിളിച്ചു വരുത്തുമെന്നും അതുകൊണ്ട് ഹൈക്കോടതി ഈ പേര് വിവരമൊന്നും പുറത്തേക്ക് വരുന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ശക്തമായൊരു നടപടി, കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഹൈക്കോടതി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പേരുകളെല്ലാം പുറത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാമെന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. ഇതിൽ ഒരു കാര്യം അനിൽ നമ്പ്യാർ മനസ്സിലാക്കണം. അതായത് ഇവിടെ ഈ നമ്മുടെ പൾസർ സുനി 1-ാം പ്രതിയായിട്ടുള്ള കേസിൽ ഇവിടുത്തെ അമ്മ കളിച്ച കളി, അതായത് ഇവിടുത്തെ ഒരു കാര്യം മനസ്സിലാക്കുക, സാംസ്കാരിക നായകന്മാരായാലും ഈ ഇടതുപക്ഷം അധികാരത്തിൽ കയറിയതിന് ശേഷമാണ് പലരുടെയും ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാനുള്ള അവരുടെ വൈകൃത മുഖത്തിൻ്റെ യഥാർത്ഥ കാര്യം നമുക്ക് മനസ്സിലായത്. കാരണം ഇനിയുള്ള കാലം ഇവരാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അതുവരെ ഇടതുപക്ഷത്തിനോട് യാതൊരുവിധ ആഭിമുഖ്യവും പുലർത്താത്ത ഒരുപാട് കലാകാരന്മാരെന്ന് നടിക്കുന്ന സിനിമാ സംവിധായകരും സിനിമാ നടന്മാരും ഒക്കെ ഇവരുടെ ഭാഗത്തേക്ക് ചേർന്ന് നിന്നതിൻ്റെ പ്രധാന കാരണം, പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ചേർന്ന് നിന്നതിൻ്റെ പ്രധാന കാരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവരൊക്കെ ഉപ്പ് തിന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാൻ പോകുന്നു എന്ന ധാരണയിൽ അത് ഒതുക്കി കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന ബോധം കൊണ്ടാണ് ഇവരോട് ഒട്ടി നിന്നുകൊണ്ട് ഞങ്ങളെല്ലാം ഇടതുപക്ഷത്തിൻ്റേതായിട്ടുള്ള ആൾക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് മുൻപോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പൾസർ സുനിയുടെ കാര്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ എന്ന സംഘടന ഒരു ഗൂഢ സംഘടനയാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ അവർ ഇത്രത്തോളം അധപ്പതിച്ചിട്ട് ഒരു ഷണ്ടത്വം ബാധിച്ചൊരു സംഘടനയായിട്ട് ഇന്നിപ്പോൾ ആ സിദ്ദിഖിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ വായയിൽ കൈയിട്ട് ഓക്കാനിക്കാനാണ് എനിക്ക് തോന്നിയത്. ഇയാൾക്കൊന്നുമില്ലെങ്കിൽ ഇത്ര പ്രായമായില്ലേ, ഇത്രയും പ്രായമായ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഒരു സംഘടനയുടെ, അതും ഒരു കാര്യമുണ്ട്,
ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധനയുള്ളൊരു വിഭാഗം സിനിമാ നടന്മാരുടെ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി പറയേണ്ട വാക്കുകളാണോ അദ്ദേഹം ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ തനിനിറം നമ്മൾ പൾസർ തുനി പ്രതിയായിട്ടുള്ള നടി ആക്രമിക്കപ്പെട്ട കേസിൽ കണ്ടറിഞ്ഞതാണ്. അപ്പോൾ ഇത് അങ്ങേയറ്റം അപലപനീയമായ തോതിലാണ് ഈ അമ്മ സംഘടനയും കേരളത്തിലെ നിലവിലെ സർക്കാരും ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിൽ അനിൽ നമ്പ്യാർ ഒരു കാര്യം മനസ്സിലാക്കണം. ADGP ആയിരുന്ന ഋഷിരാജ് സിംഗ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 14 സെക്കൻഡ് ഒരു പെൺകുട്ടിയെ തുറച്ചു നോക്കിയിരുന്നു കഴിഞ്ഞാൽ കേസെടുക്കാൻ നിയമമുള്ള ഒരു സംസ്ഥാനമാണ്. ഞാനിത് ഈ ഋഷിരാജ് സിംഗിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എനിക്ക് വിവരാവകാശ നിയമപ്രകാരം പിന്നീട് മറുപടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. അദ്ദേഹം ADGP ആയിരിക്കുമ്പോൾ 14 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കാൻ നിയമമുള്ള ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അത് കേസെടുക്കണമോ വേണ്ടയോ എന്ന നിലയ്ക്ക് ഇവർ നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രതിപത്തിയുള്ള, ഇവരോട് ചേർന്ന് നിൽക്കുന്ന, ഈ സർക്കാരിന് വേണ്ടി സ്തുതി പാടുന്ന വലിയൊരു വിഭാഗം സിനിമാ നടന്മാരുടെയും സംവിധായകരുടെയും പേര് ഈ ഹേമ കമ്മിറ്റിയുടെ ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ അനുമതിയില്ലാതെ മാറ്റിയ ഈ ഖണ്ഡികകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഈ വാർത്ത, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട അന്ന് നിങ്ങൾ മാധ്യമങ്ങൾ, ജനമുണ്ടോ എന്ന് എനിക്കറിയില്ല, അച്ചടി മാധ്യമങ്ങളുടെ ഹെഡിങ് കേരളം ഞെട്ടിപ്പോയി. ആര് ഞെട്ടിപ്പോയി? കേരളത്തിലെ മലയാള സിനിമയുടെ അന്തരീക്ഷം ഇതല്ല എന്ന് കേരളത്തിലൊരു 50 പേര് വിശ്വസിക്കുമോ ശ്രീ അനിൽ നമ്പ്യാർ? ഇങ്ങനെയൊക്കെ തന്നെയാണ് മലയാള സിനിമയുടെ അന്തരീക്ഷം. ഇവിടെ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാൾ മാമാപ്പണി കൃത്യമായി ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ മലയാള സിനിമയുടെ ഓരോ ദിവസവും അസ്തമിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കാണ് ഡൗട്ട് ഉണ്ടായിരുന്നത്? അപ്പോൾ സംശയമുണ്ടായിരുന്നത്? അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ ഈ അവസാനിപ്പിക്കുകയാണ്. അതായത് കേരളം ഞെട്ടിപ്പോയി. കേരളമൊന്നും ഞെട്ടിയിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾക്കൊരു ഹെഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞുവെങ്കിൽ തന്നെ മലയാള സിനിമയിൽ ഇങ്ങനെയാണ് എന്ന് നടക്കുന്നത് എന്ന് വിജയ് ബാബു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി തന്നെ മറ്റു പല നടന്മാരും നടിമാർക്കുമുണ്ടായ അനുഭവങ്ങൾ, മുൻകാല അനുഭവങ്ങളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് സമയം തരികയാണെങ്കിൽ എനിക്ക് നേരിട്ടറിയാവുന്ന 1-2 അനുഭവങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതാണ്.